പക്ഷേ സുഭാഷ് ചന്ദ്രൻ താങ്കളെ സംബന്ധിച്ച് MT വാസുദേവൻ നായർ മുൻഗാമിയാണ്. അത് നോവലിസ്റ്റ് എന്നുള്ള നിലയിലും കഥാകൃത്ത് എന്നുള്ള നിലയിലും പത്രാധിപർ എന്നുള്ള നിലയിലും അങ്ങനെയാണ്. ഒരു മാർഗദർശി എന്നുള്ള നിലയിൽ MT എങ്ങനെ കാണാം? ഞാൻ മാതൃഭൂമിയിൽ 4 നൂറ്റാണ്ട് മുമ്പ് ചേരാൻ വരുമ്പോൾ അദ്ദേഹമായിരുന്നു മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ പത്രാധിപർ. അദ്ദേഹമാണ് അഭിമുഖം നടത്തിയിട്ട് എന്നെ എടുത്തത്. അദ്ദേഹം 2ാം ഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വിഷുപ്പതിപ്പ് കഥാമത്സരം പുനരാരംഭിച്ചപ്പോൾ അതിൽ സമ്മാനം കിട്ടിയിട്ടാണ് ഞാൻ കഥാരംഗത്തേക്കും വന്നത്. അങ്ങനെ പത്രപ്രവർത്തനത്തിലും കഥയിലും ഗുരുസ്ഥാനീയനായ ഒരാളാണ് കടന്നുപോയത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ മതിക്കുന്നത് ഒരു എഴുത്തുകാരൻ തൻ്റെ നില എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ സ്ഥാപിക്കുന്നത് എന്നത് കണ്ടുപഠിക്കാവുന്നൊരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും സാംസ്കാരിക ജീവിതവും എന്ന് ഞാൻ കരുതുന്നു. നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പഴയ ചൊല്ലിനെ തൻ്റെ ജീവിതം കൊണ്ട് സാധൂകരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. രാഷ്ട്രീയ ചായ്വുകൾ, സാഹിത്യവും സാംസ്കാരികവുമായിട്ടുള്ള ചായ്വുകൾ, വ്യക്തി പക്ഷപാതങ്ങളെല്ലാം കൊണ്ട് കലുഷിതമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റേതുപോലുള്ള ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ദശകങ്ങൾ 21ാം വയസ്സിൽ കഥ എഴുതി രംഗപ്രവേശം ചെയ്ത ഒരാൾ 91ാം വയസ്സിൽ കടന്നു പോകുമ്പോൾ ഏതാണ്ട് 70 ദശകങ്ങൾ, 70 വർഷങ്ങൾ, 7 ദശകങ്ങൾ അദ്ദേഹം നമ്മുടെ മലയാളിയുടെ മനസ്സിൻ്റെ മധ്യത്തിൽ കസേര വലിച്ചിട്ടിരിക്കുകയായിരുന്നു. പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഉന്നതനായ ഒരു സാംസ്കാരിക അവബോധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മാറി നിന്ന് നോക്കിക്കണ്ടത്, എവിടെയാണ് അദ്ദേഹം ഇടപെടേണ്ട ഇടങ്ങളിൽ ഇടപെട്ടത്, എവിടെയാണ് മൗനമായി ഇരിക്കേണ്ട ഇടങ്ങളിൽ മൗനമായി ഇരിക്കേണ്ടത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ മൗനം നമ്മൾ മലയാളികൾക്ക് മഹാത്ഭുതമാണ്. കാരണം നമ്മുടെ മലയാളിയുടെ വാചാലത പലപ്പോഴും പരദൂഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ളവരെ പറ്റിയുള്ള പരദൂഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്കുകൾ മുഴുവനും ചെലവഴിക്കുന്നത്. MT പരദൂഷണം പറയാത്ത ആളായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മൗനത്തിൽ ഇരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പറയാൻ, നമ്മോടൊപ്പം വാദിക്കാനും ജയിക്കാനും മത്സരിക്കാനുമുള്ള വാക്കുകൾ, പരദൂഷണത്തിൻ്റേതായ ക്ലാവടിഞ്ഞ പല്ലുകൾ കൊണ്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുവാൻ അദ്ദേഹം തൽപരനായിരുന്നില്ല ഒരു കാലത്ത്. പല സന്ദർഭങ്ങളിലും ഞാൻ അതിന് സാക്ഷിയായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും എപ്പോഴും പ്രകാശം പരത്തുന്ന ഒരു പുതിയ ആശയം, മനുഷ്യനെ കുറച്ചുകൂടി ഉദാത്തതയിലേക്ക് ഉയർത്തുന്ന ഒരു സങ്കല്പം, പ്രകാശം നിറഞ്ഞ പുസ്തകങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ, സമൂഹത്തിലും സംസ്കാരത്തിലും ജീവിതത്തിലും ഒരാൾ പുലർത്തേണ്ടുന്ന അന്തസ്സിനെ പറ്റിയുള്ള മാറി നിന്നുള്ള ചില വീക്ഷണങ്ങൾ, ഇത് മാത്രമാണ് MT ഞാൻ ഇടപെട്ട പല ഘട്ടങ്ങളിലും വളരെ ചുരുക്ക അവസരങ്ങളിൽ അദ്ദേഹമായിട്ട് ദീർഘമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ ഭഞ്ചിക്കേണ്ട എന്നൊരു ഉദ്ദേശത്തോടെ ഞാൻ മാറി നിന്നതാണ്. അദ്ദേഹം എന്നോട് വാത്സല്യം സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുള്ള ആളാണെങ്കിൽ പോലും ഞാൻ അതിന് അധികം മുതിർന്നിട്ടില്ലെങ്കിൽ പോലും ആ സന്ദർഭങ്ങളിലെല്ലാം വെളിച്ചം ഒളിപ്പിച്ചു വച്ച ഒരു ചിമിഴ് കണക്കെ അദ്ദേഹം മൗനത്തിൻ്റെ ആ ദുർഗത്തിൻ്റെ അകത്തിരിക്കാനായിട്ട് ഞാൻ വിസ്മയിച്ചു പോയിട്ടുണ്ട്. നമ്മൾ എത്രയോ നമ്മുടെ വാക്കുകളും തൊണ്ടയും നാക്കും പരദൂഷണത്തിനും മാത്രമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ മുമ്പിൽ അദ്ദേഹം വിസ്മയമായത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മൗനം എന്ന് പറയുന്നത് മൈനസ് പരദൂഷണമാണ്. യെസ്.